കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനത്തിന് അല്പസമയത്തിനകം അഹമ്മദാബാദിൽ തുടക്കമാകും. വിശാല പ്രവർത്തക സമിതി യോഗം ഉടൻ ചേരും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുണ്ട്. AICC സമ്മേളനം നാളെ സബർമതി തീരത്താണ് നടക്കുക. നേതാക്കൾ നേരത്തെ എത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, അഹമ്മദാബാദിൽ നടക്കുന്ന സമ്മേളനം വളരെ പ്രധാനമാണ്. വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം. സ്മൃതി, കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹാളിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ മെമ്മോറിയലിലാണ് അഹമ്മദാബാദിൽ ഇപ്പോൾ ഈ യോഗം ആരംഭിച്ചിരിക്കുന്നത്. 169 നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഏറ്റവും നിർണായകമായ പല തീരുമാനങ്ങളും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നതാണ് യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഹരിയാന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ ദില്ലി അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയം പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. അത് പശ്ചാത്തലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെങ്കിലും മികച്ച ഒരു വിജയം നേടേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. ആ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പാർട്ടി പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം DCCകൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് പാർട്ടിയുടെ കീഴ്ത്തട്ടിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജീകരിക്കുക എന്നുള്ളതാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും DCCകൾക്ക് കീഴിൽ വലിയ മണ്ഡലം കമ്മിറ്റികളുടെ എണ്ണമുണ്ട്. ആ സാഹചര്യത്തിൽ PCCകളിൽ മാത്രം അധികാരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത് പാർട്ടിക്ക് ഒട്ടും ഗുണകരമാകില്ല എന്ന വിലയിരുത്തൽ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ ജില്ലാ കമ്മിറ്റികൾ കൂടുതൽ അധികാരം നൽകാൻ പാർട്ടി ആലോചിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി നിലവിൽ MP മാത്രമാണ്. മുൻപ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് ചുമതല ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി പിന്നീട് ഉത്തർപ്രദേശിൽ ഒരു പരാജയം ഉണ്ടായതിന് പിന്നാലെ സംഘടനാ ചുമതലയിൽ നിലക്ക് മാറി നിൽക്കുകയാണ്. ഒരു പ്രധാന ചുമതലയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്ന കാര്യവും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അത് ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന പേരിലായിരിക്കും അത് വരികയാണെങ്കിൽ യാഥാർത്ഥ്യമാവുക. അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം, അതോടൊപ്പം തന്നെ മറ്റ് സഖ്യകക്ഷികളുമായുള്ള ചർച്ച, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ തീരുമാനിക്കാൻ ഉള്ളത്. ആ കമ്മിറ്റിയിലേക്ക് പ്രിയങ്കാന്തിയെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ചുമതല പ്രധാനമായും പ്രിയങ്കയ്ക്ക് നൽകാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നത്. അതേസമയം ഇന്നത്തെ യോഗത്തിലും പ്രിയങ്കാന്തി പങ്കെടുക്കുന്നില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ബന്ധുവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്നു പ്രിയങ്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയങ്കാന്തി എന്താണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലവിലത്തെ നയങ്ങൾക്ക് എതിരായ വലിയ വിമർശനം, ചർച്ചകളൊക്കെ എന്താണെങ്കിലും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നും പ്രധാനപ്പെട്ടതാണ്. വഖഫ് ഭേദഗതി നിയമം, അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളുണ്ട്. രാജ്യത്ത് കർഷകരുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്നുണ്ട്. അതിനൊക്കെ വിശദമായി ചർച്ചയും ഏത് തരത്തിലായിരിക്കും അതിനൊക്കെ വരും ദിവസങ്ങളിൽ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തീർക്കേണ്ട നടക്കമുള്ള വിഷയങ്ങളും കോൺഗ്രസ് ചർച്ച ചെയ്യും. എന്താണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് DCCകൾ കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള നടപടിയായിരിക്കും. 64 വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം ഗുജറാത്തിൽ നടക്കുന്നത്, അഹമ്മദാബാദ് നടക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ജന്മനാട്, അതോടൊപ്പം തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മനാട്, അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ജന്മനാട് കൂടി ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഇടം കോൺഗ്രസ് ഇന്നിപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ശക്തി കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ മാറ്റങ്ങൾ വേണം. 2025 കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തനങ്ങളുടെയും അതോടൊപ്പം പുനഃസംഘടനയുടെയും വർഷമാണ് എന്നാണ് നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. DCCകൾ അടക്കം പുനഃസംഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ KPCC അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ, സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിക്കും. അത്തരത്തിൽ പുതിയൊരു മുഖമായിക്കൊണ്ടായിരിക്കും 2025 കോൺഗ്രസ് എന്താണെങ്കിലും ഇനി ബാക്കി തെരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബീഹാറുണ്ട്, കേരളമുണ്ട്, തമിഴ്നാട്, പശ്ചിമ ബംഗാളൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ വർഷങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നേതൃമാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ബൂത്തുകളിലും ഒക്കെ പാർട്ടി ശക്തമാകേണ്ട ഒരു ആവശ്യകത കൂടി വ്യക്തമാക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ AICCയുടെ വിശാല പ്രവർത്തക സമിതി യോഗം. നാളെയാണ് AICC സമ്മേളനം സബർമതി തീരത്ത് നടക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നാളെയും ഇവിടെ ദില്ലിയിൽ ഉണ്ട്. കേരളത്തിലൊക്കെ ഒരുപാട് നേതാക്കൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, സുപ്രധാന സമ്മേളനത്തിന് തുടക്കമാവുകയാണ് അഹമ്മദാബാദിൽ.